അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഇതിൽ പറയുന്നത് വിവാഹത്തിന് കൊടുക്കുന്ന സമ്മാനങ്ങളെക്കുറിച്ചാണ്. നിക്കാഹിന് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ വളടുകയെന്നോ മാല കൊടുക്കുകയെന്നോ സമ്മാനം കൊടുക്കുകയെന്നോ മോതിരം കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. വിവാഹത്തിന് ബുക്ക് ചെയ്യുന്നൊരു പരിപാടി, അതിൻ്റെ ഹുക്കം എന്താണ് എന്നാണ്. മുഹിമ്മാത്തുൻ, ഇത് വളരെ പ്രധാനപ്പെട്ട കുറേ മസ്അലകളാണ്. ലോ ഖത്തബ ഇംറഅത്തൻ, ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം പറഞ്ഞു, ഖത്തബ, സുമ്മ അർസല, പിന്നീട് കൊടുത്തയച്ചു, ഔ ദഫ, അല്ലെങ്കിൽ അയാൾ നേരിട്ട് കൊടുത്തു, ബിലാ ലഫ്ലിൻ, പ്രത്യേക വാക്കൊന്നും പറഞ്ഞിട്ടില്ല, ഇലേഹ, അവൾക്ക് മാലം കുറച്ച് പൈസ കൊടുത്തു. എപ്പോഴാണത് കൊടുക്കുന്നത്? ഖബലൽ ആഖ്ദി, നിക്കാഹിന് മുമ്പ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു മസലയാണ്. സൈനുദ്ദീൻ മഖ്ദൂം പറയും, നമ്മുടെ നാട്ടുകാരനാണല്ലോ. പക്ഷെ പ്രത്യേകം സംഭാവനയാണെന്നോ സദഖയാണെന്നോ കടാണെന്നോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും അത് ഫ്രീ ആയിട്ട് കൊടുക്കലല്ല എന്ന് ഉറപ്പല്ലേ. ഐ വലം യഖ്സിദ് അത്തബറുഅ, അത് ഫ്രീ ആയിട്ട് നിനക്കാണെന്ന് ഉദ്ദേശിച്ചിട്ടുമില്ല. ഫ്രീ ആയിട്ട് നിനക്കാണെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാകും. പിന്നീട് സുമ്മ വഖാൽ ഇറാദു, പിന്നീട് വിവാഹം വേണ്ടെന്ന് വെച്ചു. ഇറാദ് പറഞ്ഞാൽ തിരിഞ്ഞു കളയുക, അതിനെ ഉപേക്ഷിച്ചു. അതാ വഖാൽ ഇറാദു, അതിനെ ഉപേക്ഷിച്ചു. അത് മിൻഹ, അവൾ വേണ്ടാന്ന് വെച്ചതാകാം, ഔ മിൻഹു, അല്ലെങ്കിൽ അവൻ വേണ്ടാന്ന് വെച്ചതാകാം. എനിക്ക് അയാളെ വേണ്ടാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് അവളെ വേണ്ടാന്ന് പറഞ്ഞു. ഈ കൊടുത്ത സാധനം, സ്വർണം, മിഠായി, ഇതൊക്കെ റജഅ, അയാൾക്ക് തിരിച്ചു വാങ്ങാവുന്നതാണ്. ബിമാ വസലഹ മിൻഹു, അയാളിൽ നിന്ന് അവളിലേക്ക് നൽകിയത് അയാൾക്ക് തിരിച്ച് നൽകാവുന്നതാണ്. വസലാറിനെ ചേർക്കുക നമ്മൾ സാധാരണ അർത്ഥമൊക്കെ പറഞ്ഞാൽ നൽകുക എന്നർത്ഥം. കമാ സ്വറഹ ബിഹി ജംഉ മുഹഖിഖൂൻ, ഒരു സംഘം മുഹഖിഖുകൾ പറഞ്ഞ് വ്യക്തമാക്കിയത് പ്രകാരം. റജഅ ബിമാ വസലഹ മിൻഹു, മഖ്തൂബ് എന്ന് പറഞ്ഞാൽ വിവാഹാലോചന നടത്തിയ പെണ്ണ്, മിൻഹു, അയാളിൽ നിന്ന് അവൾക്ക് ലഭിച്ചത് തിരിച്ചാണ്. ചില ആൾക്കാർ മടക്കി കൊടുത്തയക്കുകയും ചെയ്യും. കാരണം ആളുകൾക്ക് അറിയാലോ, ഇതിപ്പോൾ നിക്കാഹിന് വേണ്ടി വിവാഹം കഴിക്കുമെന്ന ഉദ്ദേശത്തിൽ കൊടുത്തതാണെന്ന് ആളുകൾക്ക് അറിയാലോ. തിരിച്ചു കൊടുക്കാത്തവരുണ്ടാവും. തിരിച്ചു കൊടുക്കണം എന്നാണ് നിയമം. കാരണം അത് വെറുതെ എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. വലൗ അഅതാഹ മാലൻ ഫഖാലത്ത് ഹദിയ വഖാല സ്വദാഖ് സുദ്ദിഖ ബിയമീനിഹി. ഇനി ഒരാൾ ഒരു പെണ്ണിന് നിക്കാഹ് കഴിഞ്ഞിട്ട് കുറച്ച് സ്വത്ത് കൊടുത്തു. നിക്കാഹ് കഴിഞ്ഞിട്ട് കുറച്ച് സ്വത്ത് കൊടുത്തു. പിന്നെ എന്തോ തെറ്റിപ്പിരിയുകയോ മറ്റോ ചെയ്തിട്ട് അവർക്കിടയിൽ തർക്കമായി. നേരത്തെ അയാൾ പറയുകയാണെന്ന് ഞാൻ ഹദിയ, അവൾ പറയുകയാണ് ഇത് എനിക്ക് ഹദിയായിട്ട് തന്നതാണ്, ഇഷ്ടദാനമായിട്ട് തന്നതാണ്. അവൾ പറയുകയാണല്ല, ഇത് സ്വദാഖായിട്ട് തന്നതാണ്, ഞാൻ തിരിച്ചറിയില്ല, മഹറായിട്ട് തന്നതാണ്. വലോ അഅതാഹ മാലൻ ഫഖാലത്ത് ഹദിയ വഖാല സ്വദാഖ് സുദ്ദിഖ ബിയമീനിഹി. അപ്പോൾ മഹർ ആണെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് സ്വർണ്ണമായിരുന്നു, ഇപ്പോൾ കൊടുത്തത് നോട്ടാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ പോലും അയാളെ വാദമാണ് സ്വീകരിക്കാം. വൈകാലം കൈരിക്കും, മഹറിൻ്റെ ഇനത്തിൽപ്പെട്ടതല്ല നൽകിയ സമ്മാനമെങ്കിൽ പോലും, വൈകാന, ഈ അഭിപ്രായ വ്യത്യാസമുള്ള സ്വത്താണെങ്കിൽ പോലും, മിൻ ഗൈരി ജിൻസിഹി, മഹറിൻ്റെ ഇനത്തിൽ പെടാത്തതാണ്. മഹർ പറഞ്ഞ സ്വർണ്ണമായിരുന്നു, ഇത് വെള്ളിയോ അല്ലെങ്കിൽ രൂപയോ ഒക്കെയാണ്. ഇനി അഖദിൻ്റെ മുമ്പ് തന്നെ, കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു വളയിട്ട് കൊടുത്തു പെണ്ണിന്. കല്യാണം കഴിഞ്ഞതിന് ശേഷം തർക്കമായി. എന്താ ഇത്? അയാൾ പറയണത് എന്താ വെച്ചാൽ
ഇത് ഞാൻ നേരത്തെ തന്ന ആ സ്വർണ്ണം മഹറിൻ്റെ ഭാഗമായിട്ട് തന്നതാണ്, പിന്നീട് മഹർ തരേണ്ടി വരുമല്ലോ അഖദിന്, അതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ വസ്ത്രം തരണമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് തന്നതാണ്. കുറച്ച് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ₹1,00,000, ഒരു ഉദാഹരണം പറഞ്ഞാണ് അതിനെക്കുറിച്ച്. അവൾ പറഞ്ഞു അതല്ല, അതെനിക്ക് ഹദിയായിട്ട് തന്നതാണ്, എൻ്റെ മഹർ എനിക്ക് വേറെ വേണം. ഇവിടെ അവളെ വാദമാണ് സ്വീകരിക്കുന്നത്. വലൗ ദഫഅലി മഖ്തൂബത്തിഹി, താൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഒരാൾ നൽകിയാൽ, ദഫാന കൊടുത്തു, നൽകി, ഒക്കാല, എന്നിട്ട് അയാൾ പറഞ്ഞു ജഅൽതുഹു, ഞാൻ അതിനെ ഉൾപ്പെടുത്തിയത് മിന സ്വദാഖി, സദാഖാണാക്കിയിട്ടുള്ളത്, അല്ലദീസ യജിബു, പിന്നീട് നിർബന്ധമായി തീരുന്ന ബിൽ അഖദി, നിക്കാഹ് കർമ്മം കൊണ്ട്, അല്ലെങ്കിൽ ഔ മിനൽ കിസ്വത്തില്ലത്തി സതജിബു ബിൽ അഖദി വത്തംകീൻ, നിക്കാഹ് എന്ന അഖദും പിന്നെ തംകീന്, അവളെ കൂട്ടിക്കൊണ്ടുവരിക എന്ന തംകീനും കൊണ്ടും നിർബന്ധമായി തീരുന്ന വസ്ത്രത്തിലേക്ക് തന്നതാണ്. ഔ മിനൽ കിസ്വത്തി, അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നതാണ്. അല്ലത്തീസ തജിബു, പിന്നീട് നിർബന്ധമാകും. എപ്പോഴാണ് വസ്ത്രം നിർബന്ധമാവുക? ബിൽ അഖദി, നിക്കാഹ് നടക്കുകയും വത്തംകീനി, അവളെ ശരീരം അയാൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമ്പോഴാണല്ലോ. ഇതാണ് അയാൾ പറയുന്നത്. വക്കാലത്ത് അവൾ പറയാണ് ബൽഹിയ സ്വഹദിയ, അത് ഹദിയയാണ്. ഫല്ലദീ യത്തജുഹു, ന്യായമായി അഭിപ്രായം തസ്ദിഖുഹ, അവളുടെ വാദം സ്വീകരിക്കപ്പെടണം എന്നാണ്. നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള തർക്കമാണ്. ആദ്യം പറഞ്ഞത് നിക്കാഹിൻ്റെ മുമ്പുള്ള തർക്കമാണ്. രണ്ടാമത് പറഞ്ഞത് നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള സ്വത്തിനെ കുറിച്ച് തന്നെയാണ്. മൂന്നാമത് പറയുന്നത് നിക്കാഹിന് മുമ്പ് കൊടുത്ത സ്വത്താണ്, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമുള്ള തർക്കമാണ്. ഏതായാലും അവളെ വാക്കാണ് സ്വീകരിക്കപ്പെടുക. കോടതി അവളെ സത്യം ചെയ്യിപ്പിക്കണം. ഇത് ആ കരീനത്തഹുന അലാ സുബ്ഖിഹി ഫി ഖസ്ദിഹി, കാരണം അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ ഇവിടെ തെളിവൊന്നുമില്ലല്ലോ. ഇതിൽ ആ കരീനത്തഹുന, ഇവിടെ തെളിവൊന്നുമില്ലല്ലോ. അലാ സുബ്ഖിഹി, അവനെ വാസ്തവമാക്കുന്നതിന്, ഫി ഖസ്ദിഹി, അവൻ്റെ ഉദ്ദേശത്തിന്, അവനെന്താ ഉദ്ദേശിച്ചതെന്നുള്ളതിനുള്ള കരീനത്തൊന്നുമില്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ വലൗ തല്ലഖ ഫി മസ്അലത്തിന, ഈ മസ്അലയിൽ തലാഖ് നടന്നാൽ, അഖദിന് ശേഷം തലാഖ് നടന്നാൽ, ലം യർജി ബിശൈൻ, അവനൊന്നും തിരിച്ചു വാങ്ങാൻ പറ്റൂല. കാരണം അവൾ പറയുന്നത് ഹദിയേണെന്നാണല്ലോ. അപ്പോൾ ഹദിയെ തിരിച്ചു വാങ്ങാൻ പറ്റൂലല്ലോ, അത് അവളതായി തീർന്നില്ലേ. മഹറാണെന്ന് പറഞ്ഞാൽ തിരിച്ചു വാങ്ങായിരുന്നു. കമാ റജ്ജഹുൽ അദ്റയ്യു ഖിലാഫൻ ബഗവി, അദ്റയ്യമാൻ പ്രബലപ്പെടുത്തിയതുപോലെ. പക്ഷേ ബഗവി ഇമാമും തിരിച്ചു വാങ്ങാം എന്നാണ് പറയുന്നത്. അഖദിന് ശേഷം നമ്മുടെ ഈ മസ്അലയിൽ, ഈ പ്രശ്നത്തിൽ തലാഖ് ഉണ്ടാവുകയാണെങ്കിൽ. ഇനി എന്തുകൊണ്ട് യന്നഹു അഅതാലി അജലിൽ അഖദി, അയാൾ അഖദിന് വേണ്ടിയാണ് അയാളത് നൽകിയത്, അഖദിന് വേണ്ടിയാണ് നൽകിയത്. അഖദ് വജിദ്, അഖദ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇനി എങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് തലാഖ് ഇല്ലാൻ ആ സ്വത്ത് കിട്ടുക? അപ്പോൾ അവളെ വാദമാണ് സ്വീകരിക്കപ്പെടുക, ഹദിയാണ് എന്നുള്ളത്. അഖദ് നടക്കാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ കൊടുക്കുന്നത്. ഇനി മുത്അത്തുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച. മുത്അത്ത് കേട്ടിക്കണോ? മലയാളത്തിലൊരു ജീവനാംശം എന്നൊക്കെ പറയും. ഭാര്യയും ഭർത്താവൊക്കെ പിരിഞ്ഞാൽ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നതിന് ജീവനാംശം എന്നൊക്കെയാണ് കോടതി അതിനെ ന്യായീകരിച്ചിട്ടുള്ളത്, കോടതി വിധിച്ചിട്ടുള്ളത്. അതായത് അവൾ മറ്റൊരു വിവാഹിതയാകുന്നത് വരെ അവൾക്കുള്ള ചിലവിന് കൊടുക്കുക. സത്യത്തിൽ മുത്അത്ത് അതൊന്നുമല്ല. അവർ രണ്ടുപേരും തൃപ്തിപ്പെട്ട് നൽകുന്ന ഒരു ഇഷ്ടദാനത്തിനാണ് മുത്അത്ത് എന്ന് പറയാം. അത് എത്രയായാലും കുഴപ്പമൊന്നുമില്ല. പത്ത് ചെയ്ത ഒരു ഭാര്യ, അവൾ കാരണമായിട്ടല്ലാതെ തലാക്ക് ചെല്ലപ്പെട്ട ഒരു പെണ്ണ്, അവൾ കാരണമായിട്ടല്ല, ഇവൻ തലാക്കില്ല എന്നാണ്. അല്ലെങ്കിൽ മരണം സംഭവിച്ചിട്ടതല്ല, മരണം സംഭവിക്കാതെയും അവൾ കാരണമല്ലാതെയും ഒരു പെണ്ണിനെ ഒരാൾ തലാക്കില്ലാലും അവൾക്കൊരു മുത്അത്ത് കൊടുക്കൽ സുന്നത്താണ്. തത്തിമ്മത്തുൻ, ഇത് ഒരു പൂർത്തീകരണമാണ്. തജിബു അലൈഹി, അയാൾക്ക് നിർബന്ധമാണ്. സൗജത്തിൻ, ഭാര്യയ്ക്ക് നൽകൽ. മൗതൂഅത്തിൻ, നടന്നിട്ടുള്ള ഭാര്യയ്ക്ക് കൊടുക്കൽ നിർബന്ധമാണ്. ഒരു അടിമ സ്ത്രീയാണെങ്കിൽ പോലും
മുത്തുഅത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഒരു സന്തോഷത്തിൻ്റെ ഗിഫ്റ്റ് എന്നതിനർത്ഥമുള്ളൂ. ഒരു ഗിഫ്റ്റ് ഏത് ഭാര്യയ്ക്ക്? ബി ഫിറാഖിൻ ബി ഗൈരി സബബിഹ, അവൾ കാരണമായിട്ടല്ലാതെ ഉണ്ടായ വിവാഹ മോചനം കാരണമായിട്ട്. ഔ ബി ഗൈരി മൗത്തി അഹദിമാ, രണ്ടിൽ ഒരാളുടെ മരണം മുഖേനയല്ലാതെയും ഉണ്ടായ വിവാഹമോചനത്തിൻ്റെ പേരിൽ. വഹിയ മുത്തഅത്ത് എന്ന് പറഞ്ഞാൽ മാ യത്റാല സൗജാനി അലൈഹി, തറാല എന്ന് പറഞ്ഞാൽ റളിയ, തറാല പരസ്പരം തൃപ്തിപ്പെടുന്നൊരു സംഖ്യയാണ്. ഭാര്യയും ഭർത്താക്കന്മാർ തൃപ്തിപ്പെടുന്നൊരു സംഖ്യയാണ്. ഇതാണ് പ്രഫലം. വക്കീലൊരു അഭിപ്രായമുണ്ട്, അഖല്ലു മാലിൻ യജൂസ് ജാലുഹു സദാഖ്, സദാഖ് ആക്കാൻ പറ്റുന്ന ഒരു ചെറിയ ധനം എന്നാണ് അഖല്ലു മാലിൻ, ഒരു ചെറിയ സംഖ്യ, ഏറ്റവും ചുരുങ്ങിയത്. അഖല്ലു മാല് എന്ന് പറയാവുന്ന മാലിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത്. യജൂസ് ജാലുഹു സദാഖ്, സദാഖ് ആക്കാൻ പറ്റുന്ന. വൈസന്നു അല്ല യങ്കുസാൻ സലാസീന ദിർഹമൻ, ഒരു 30 ദിർഹമിനേക്കാൾ കുറയാതിരിക്കലും കൂടി സുന്നത്താണ്. ദിർഹം. ഫൈൻതനാസ, രണ്ടുപേരും തൃപ്തിപ്പെടുക എന്ന് പറയുമ്പോൾ രണ്ടുപേരും തർക്കിച്ചാൽ ഖദ്ദർഹൽ ഖാദി ബി ഖദ്രി ഹാലിഹിം, അവർ രണ്ടാളുടെയും അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഖാദി അതിനെ കണക്കാക്കണം. ഖദ്ദർഹൽ ഖാദി, ഖാദി അതിനെ കണക്കാക്കണം ബി ഖദ്രി ഹാലിഹിം, അവർ രണ്ടാളുടെയും അവസ്ഥ ഇവിടെ അളവ് കണ്ട് അവരെത്രത്തോളം പൈസ ഉണ്ട് ഇല്ല എന്നുള്ള അവസ്ഥക്ക് നോക്കിയിട്ട്. അതായത് മിൻ യസാരിഹി, അയാൾക്ക് സാമ്പത്തിക ശേഷിയുണ്ടോ, യസാരിഹി സാമ്പത്തിക ഞെരുക്കമാണോ എന്നൊക്കെ നോക്കിയിട്ട്. യസാറ് സാമ്പത്തിക ആയിട്ടുണ്ടാവുക, യസാർ എന്ന് പറഞ്ഞാൽ ഞെരുക്കം. വനസബിഹ, അവളെ കുടുംബം നോക്കിയിട്ടും, വസിഫാത്തിഹ, അവളുടെ ഗുണങ്ങൾ നോക്കിയിട്ടും ഖാദി അവരവസ്ഥ കണ്ട ഒരു സംഖ്യ ശരിക്കും. നമ്മളിപ്പോൾ സദാഖിനെ കുറിച്ച് പറഞ്ഞൂലേ, ഇപ്പോൾ നിക്കാഹൊക്കെ നടന്നു, ഇനിയിപ്പോൾ ഒരു കല്യാണവും പരിപാടിയൊക്കെ വേണം. ഇത് രഹസ്യമാക്കാൻ പറ്റൂലല്ലോ, ഒരു പരസ്യമായിട്ട് നടത്തേണ്ട സംഗതിയല്ലേ. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് വാപ്പിയും വീണ്ടെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ ഒരു വിവാഹം എന്ന് പറയുന്നൊരു പരിപാടി, ഉറുസ് എന്നാണ് അറബിയിൽ പറയാം. വലീമത്ത് ഉറുസ്, വലീമത്തുൽ ഉറുസ്. നിക്കാഹിനും അതുപോലെ തന്നെ വീട്ടുകൂടലിനും കല്യാണത്തിനൊക്കെ ഒരു ഭക്ഷണ സദ്യ, അതാ വലീമത്ത് എന്നാണ്. അത് സുന്നത്താണ്. അതാരാണ് കൊടുക്കേണ്ടത്? എന്നൊക്കെ ആണ് ഈ വിഷയത്തിൽ പറയുന്നത്. എത്രയാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, ഏത് സമയത്താണ് കൊടുക്കേണ്ടത്, ആരൊക്കെയാണ് ഇതിന് വിളിക്കേണ്ടത്, വിളിച്ചാൽ ഏത് കല്യാണത്തിനൊക്കെയാണ് പോകേണ്ടത്, പോകുന്നിടത്ത് കല്യാണം ഏത് വിധത്തിലാകണം, എങ്ങനെ വിളിക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠത്തിൽ പറയാം അല്ലേ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മൾക്ക് മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. സ്വർഗ്ഗലോകത്ത് അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.